ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 8 മണിയോടുകൂടി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് കേട്ടോ. ആൾ വന്നിട്ട് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവരെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോവാറായി. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഒന്ന് കൂടാമെന്ന് കരുതിയിട്ട് അവരങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിനാണ് കേട്ടോ വിളിച്ചേക്കുന്നത്. അപ്പോൾ വന്ന പാടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇതേ കുറച്ച് അവലുണ്ടായിരുന്നു. അപ്പോൾ അവലും പഴവും ഞാനും ഇക്കായും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് നഗറ്റ്സോ അല്ലെങ്കിൽ ബ്രെഡും മുട്ടയോ എന്തെങ്കിലും ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ഒന്നും ആക്കിയിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം കുറച്ച് അവലും ഏത്തപ്പഴവും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്നതേ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ ഇക്കാക്കും അത് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ആൾ ജിമ്മിൽ 2 ടൈം വർക്കൗട്ടിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പാണ്. എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ആൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് വേണം കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മെനു ഞാൻ റെഡിയാക്കിയപ്പോൾ അതിന് വേണ്ട സാധനങ്ങളും ഞാൻ തലേദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറാൻ പറ്റി. നേരത്തെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കെല്ലാം ഈസി ആയിട്ട് അപ്പം തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ അവലിന് വേണ്ടിയിട്ടുള്ള പഴവും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് അതിലേക്കിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ മെനു പ്ലാനിങ്ങിലുള്ളത് സ്വീറ്റായിട്ട് മാംഗോ പുഡിംഗ് ആണ് കേട്ടോ വിചാരിച്ചേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിന്ദരി മാംഗോ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. നല്ല മധുരമുള്ള മാംഗോയാണ്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്ന് ഒരു ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് കുട്ടികൾക്ക് ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. പുഡിങ്ങിനും നല്ല ബെസ്റ്റാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അതേപോലെ തന്നെയായിരുന്നു, നല്ല മധുരമായിരുന്നു. പിന്നെ മെയിൻ ഡിഷായിട്ട് നമ്മളുടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഞാൻ നാടനാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ആൾക്ക് ബിരിയാണിയാണ് കുറച്ചും കൂടി ഇഷ്ടം. മന്തിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നിങ്ങനെ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ബീഫ് ബിരിയാണി, അതിൻ്റെ കൂടെ നമ്മുടെ ചട്നി ഉണ്ടല്ലോ, പുതിനയിലയുടെ ചട്നി, ഒരു പുളിങ്കറി ആക്കണം. പിന്നെ ചിക്കൻ്റെ കബാബ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സാലഡ്, പപ്പടം. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ മെനുവിലുള്ള ഐറ്റംസ്. അപ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ ഫസ്റ്റ് തന്നെ പുഡിങ്ങിലേക്കാണ് കേട്ടോ കടന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അതാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സെറ്റ് ആയിക്കോളുമല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ പുഡിങ് ആക്കി വെക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫസ്റ്റ് പണി പുഡിങ് ആക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലെയർ നമ്മളുടെ നോർമൽ വൈറ്റ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പാലിൻ്റെ കസ്റ്റാർഡ് റെഡിയാക്കണം. പാലിൻ്റെ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഈ മാംഗോയുടെ പൾപ്പ് അടിച്ചൊഴിക്കണം കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ മാംഗോ മാത്രം അടിച്ചിട്ട് അതിലേക്കിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതാണ് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാല് ഞാൻ ഓൾറെഡി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അതേപോലെ ചായക്ക് വേണ്ടിയിട്ടും പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലൊരു ചായ നിർബന്ധമാണ്. അതേപോലെ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിക്കായിട്ട് വരും. ഒരുപാട് നേരം നമ്മൾ ഇളക്കി സമയം കളയണ്ട കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡും പാലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ തിളച്ച് വരുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തിക്കായിട്ട് വരും. മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, എന്നാലും ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് കേട്ടോ നല്ല പേസ്റ്റാക്കി എടുത്തത്. അപ്പോൾ ഏത് മാങ്ങ വേണമെങ്കിലും യൂസ് ചെയ്യുക. നല്ല സ്വീറ്റായിട്ടിരിക്കണം, ഒട്ടും പുളിയില്ലാത്തത് നോക്കിയിട്ട് എപ്പോഴും എടുക്കണം കേട്ടോ പുഡിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു പാലും മാംഗോ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പുഡിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് മുകളിൽ കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അതേപോലെ ബീഫ് ബിരിയാണിക്ക് ഞാൻ വലിയ ബിരിയാണി കട്ടാണ് കേട്ടോ ബീഫ് പറഞ്ഞിരുന്നത്. പാകിസ്ഥാനി ബീഫാണ്. 2 കിലോയോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം വന്നത്. അത് ഞാൻ വെളുപ്പിനെ തന്നെ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നേരം കഴിയുമ്പോൾ മസാല തേച്ച് എന്തായാലും വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആദ്യം പുഡിങ്ങിൻ്റെ പണി കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. 2 ലിറ്ററിൻ്റെ കുപ്പി ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അളവൊന്നും നോക്കിയില്ല കേട്ടോ. ഞാനൊരു 1.5 ലിറ്ററോളം ഏകദേശം എടുത്തിട്ടുണ്ട്. പിന്നെ അത് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് കസ്റ്റാർഡ് ഒഴിച്ചിട്ട് തിക്കനാക്കി എടുക്കുന്നുണ്ട്.
പിന്നെ അതൊരു മീഡിയം ചൂടിലേക്ക് വരുമ്പോൾ ഞാൻ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാംഗോയുടെ പ്യൂരി ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് സെക്കൻഡ് ലെയറായിട്ട് ഉപയോഗിക്കണേ കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചായക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാടെ ഫ്രണ്ടിൻ്റെ വൈഫ് എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് പരിചയം. ഞാൻ ദുബായിൽ വരുന്ന സമയത്ത് ആദ്യമായിട്ട് പരിചയപ്പെട്ടത് അവളെയാണ്. അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള ഒരു റിലേഷനാണ് കേട്ടോ അവളായിട്ടുള്ളത്. അപ്പോൾ അവളുടെ ഉമ്മയാണ് കേട്ടോ ഇവിടെ വന്നേക്കണത്. ഒരാഴ്ചയായ ആളിവിടെ ഉണ്ട്. പക്ഷെ എന്തായാലും പോണേക്കുമ്പോൾ ഒന്ന് കാണുകയും ചെയ്യാം, ഒന്ന് കൂടുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. ഈ സമയത്ത് അവർ നല്ല ഉറക്കമാണ്. എല്ലാ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 10 മണി 10:30 ആവും കേട്ടോ രാവിലെ. കരാട്ടെ ഇല്ല, ബാഡ്മിൻ്റൺ ഇല്ല, സ്കൂളില്ല, മദ്രസയില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ തന്നെയാണ്. പിന്നെ നല്ല ചൂടുമല്ലേ, പുറത്തേക്ക് കളിക്കാൻ വിടലും നടക്കില്ല. മാത്രമല്ല അവരുടെ ഫ്രണ്ട്സ് അത്യാവശ്യം എല്ലാവരും നാട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ തന്നെയുള്ളൂ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ മദ്രസയിലെ ഓപ്പൺ ഹൗസും അതേപോലെ ചെറിയ രീതിയിലുള്ള പർച്ചേസിങ്ങും സാധനങ്ങൾ വാങ്ങിക്കണ കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. രാത്രികളിൽ ഈവനിങ്ങിലാണ് കേട്ടോ പുറത്തേക്ക് പോവാറ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ജിമ്മ് കഴിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോവാറ്. അങ്ങനെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് കുറച്ച് നേരം കഴിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി വരുമ്പോൾ ഈ ബ്രെഡ് നന്നായിട്ട് ആ ഒരു പാലിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ അത് നന്നായിട്ട് സോക്ക് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബ്രെഡാണെന്നേ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഞാൻ പെരുന്നാളിന് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിക്കണ വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ടാമതും ചോദിച്ചു വാങ്ങി കഴിച്ചൊരു പുഡിങ്ങാണ് കേട്ടോ. ഇതുവരെ അങ്ങനെ പുഡിങ് കഴിക്കലില്ല. ആൾക്ക് മധുരം കഴിക്കലൊക്കെ കുറച്ച് മടിയാണ്. സ്വീറ്റ് അല്ലേ, മിൽക്ക് മെയ്ഡല്ലേ കുറേ ആഡ് ചെയ്തേക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. പക്ഷേ രണ്ടാമത് വാങ്ങി കഴിച്ച ഒരു പുഡിങ്ങാണ് കേട്ടോ. പിള്ളേർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഹംദാനും ഹാറൂനും ആസിമാണെങ്കിലും 3 പേരും തൊട്ട് നോക്കിയിട്ടില്ല. ഞാനിക്കായും തന്നെയാണ് കേട്ടോ ഇത് കഴിച്ചത്. ഞാൻ അവൾക്ക് കുറച്ച് പാക്ക് ചെയ്ത് കൊടുത്തയക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ലെയർ ഞാൻ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമതൊരു ബ്രെഡിൻ്റെ ലെയറും കൂടി വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്കും ഞാൻ ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടാണ്. പിന്നെ ഏറ്റവും മുകളിലേക്ക് ഒഴിക്കാനാണ് ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് മാങ്ങയും മിൽക്ക് മെയ്ഡും കൂടി നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തു. അതാണ് കേട്ടോ ഏറ്റവും ടോപ്പിൽ വരുന്നത്, ആ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു മിക്സ്. എന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മണിക്കൂറും കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വരും കേട്ടോ. തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ്. ബ്രെഡൊക്കെ നന്നായിട്ട് സോക്കായി നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം തണുത്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു മധുരം കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അപ്പോൾ ബാക്കിയെല്ലാം മധുരമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. തണുത്ത് വരുമ്പോൾ അതും അങ്ങനെ സെറ്റായിട്ട് വരും. അങ്ങനത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാങ്ങയൊക്കെ മുകളിലൊക്കെ ഇട്ട് കൊടുത്ത് സംഭവം റെഡിയാക്കി ഞാൻ അടച്ചത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് നോക്കി നിൽക്കലൊരു പരിപാടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ കുറച്ച് നേരം അത് വീഡിയോ ഒക്കെ എടുത്ത് അതൊന്ന് എൻജോയ് ചെയ്ത് നിൽക്കും. പിന്നെ അത് നേരെ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി പുളിങ്കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ഇന്ന് ഉച്ചക്കത്തേക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ സാധനങ്ങളൊക്കെ വളരെ കുറച്ചാണ് കേട്ടോ വാങ്ങിക്കുന്നത്. കാരണം എന്തായാലും പോകാനുള്ളതായതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ബാക്കി വന്നാലും പാടാണ്. കാര്യമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും കുക്ക് ചെയ്യൊന്നുമില്ല കേട്ടോ. ആളൊറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്. രാവിലെ എഗ്ഗ് വല്ലതും ചെയ്താലേ ഉള്ളൂ, അല്ലാതെ കുക്കിങ്ങോ പരിപാടികളോ ഒന്നും ആൾ ചെയ്യാൻ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അന്നുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് അത്യാവശ്യം പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതപ്പം തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ കിച്ചണിൻ്റെ പിന്നെയും മെസ്സായിട്ട് വരും കേട്ടോ. നമുക്ക് ഉപയോഗിക്കാൻ പോലും പാത്രം ഇല്ലാണ്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുളിങ്കറി ഉണ്ടാക്കണ പരിപാടിയിലേക്ക് കിടക്കാം. പുളിങ്കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കഴിഞ്ഞ പെരുന്നാളിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോൺഫിഡൻസ് ആയി ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും സവാളയൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ, പച്ചമുളകൊക്കെ. അങ്ങനെ ചട്ടി ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും നന്നായിട്ട് വഴറ്റിയെടുത്തു.
പിന്നെ അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈന്തപ്പഴം ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിത് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഈന്തപ്പഴം, ഒരു 5-6 ഈന്തപ്പഴം നമ്മുടെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വേറെ ഒന്നുമില്ല കേട്ടോ. ലാസ്റ്റ് ഒരു പീസ് ശർക്കര ഇട്ട് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം പാകത്തിനാണോ എന്ന് ശ്രദ്ധിക്കുക. ഏതാണോ കുറവ് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ബാലൻസ് ആയിട്ട് വരണം, അതാണ് പുളിങ്കറിയുടെ ടേസ്റ്റ്. ഇനി മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ശർക്കര കൂടുതൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈന്തപ്പഴം കൂടുതൽ ആഡ് ചെയ്യാം. പുളിയാണെങ്കിൽ അതനുസരിച്ച് പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഏതാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് അത് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുളിങ്കറിയും പെട്ടെന്ന് തന്നെ അതേ സെറ്റായി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് മസാല തേച്ച് വെക്കാം കേട്ടോ. ബീഫ് അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കിലോയുടെ അടുത്ത് ബീഫുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മാരിനേഷൻ ഉണ്ട്. അപ്പം ഞാൻ ഫദ്വാസ് കിച്ചൻ്റെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫദ്വാസ് കിച്ചൻ്റെ ഏത് വെച്ചാലും സിഗ്നേച്ചർ റെസിപ്പി തന്നെയാണ് കേട്ടോ, ഒന്നും ഫ്ലോപ്പ് ആവാറില്ല. കറക്റ്റ് അവർ പറയണ പോലെ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഗരം മസാല, പിന്നെ മല്ലിയില, പുതിനയിലയും ഇഞ്ചി വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ഒതുക്കിയത് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് വെക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത ഇതിൽ സവാള തക്കാളി ഒന്നും വഴറ്റി വെക്കലല്ല, നമ്മൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെക്കുകയാണ് ചെയ്യണേ. കുക്കറിൽ വേവിക്കുമ്പോൾ സാധാരണ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കും, പക്ഷേ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബിരിയാണി എന്നുള്ള ഒരു രീതിയിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ഫസ്റ്റ് കണ്ടത്. അങ്ങനെ അത് നോക്കിയിട്ട് തലേ ദിവസം തന്നെ ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക, അതനുസരിച്ച് വാങ്ങേണ്ട സംഭവങ്ങളുടെ ലിസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി അത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് പണി തുടങ്ങാം കേട്ടോ. അങ്ങനെ ഇതേ ബീഫ് ഞാൻ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു വെള്ളം ആ ഒരു പാത്രം കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർ ഇതേ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാറൂന് ഇടയ്ക്കൊരു ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ബെഡൊക്കെ ഒന്ന് വിരിച്ചിടും, അതേപോലെ ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട പരിപാടികളൊക്കെ കുറച്ചെങ്കിലും ഉള്ളത് ഹാറൂനാണ്. അപ്പോൾ ആൾ ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാൻ വേണ്ടി പറയും. അപ്പോൾ ആൾ ബെഡ്ഷീറ്റ് മൊത്തത്തിൽ ബെഡിൽ വിരിച്ചിട്ടിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അവിടെ ജസ്റ്റ് പോയി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ സവാളയും തക്കാളിയൊക്കെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ 2 കിലോ ബീഫാകുമ്പോൾ ഞാനൊരു 6 സവാളകളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ ലെയറായിട്ട് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം അതും ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്യൊന്നും ചെയ്യേണ്ട കേട്ടോ. ഏറ്റവും താഴെ ലെയറായിട്ട് തന്നെ സവാള ഇട്ട് കൊടുക്കണം, അതിൻ്റെ മുകളിലായിട്ട് തന്നെ തക്കാളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഹാസിമിൻ്റെ ഇപ്പോഴത്തെ മെയിൻ പണി ഷൂറാക്കിന്ന് എല്ലാവരുടെയും ഷൂകൾ ഇട്ട് വെക്കലാണ് കേട്ടോ. ഒരു കാലിൽ ഒരു ഷൂവും മറ്റേ കാലിൽ മറ്റേ ഷൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഡിസോർഡറായിട്ട് കിടക്കൂട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വരുമ്പോൾ ഒരു ചെരുപ്പ് ഉണ്ടാവും, ഒരു ചെരുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ മൂപ്പര് ക്ലീനിങ്ങിന് ഇറങ്ങിയാലുള്ളൊരു ഗുണം ഇതാണ് കേട്ടോ, എല്ലായിടവും വൃത്തിയാക്കി തരും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഹാറൂനെയും കൊണ്ട്. ചില സമയത്ത് ഭയങ്കര മടിയാണ്, വീട്ടിലൊക്കെ ഇങ്ങനെ ഉള്ള സമയത്ത് ആളിങ്ങനെ ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെ ഷൂവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഓരോന്നതേ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പുളിങ്കറിയുടെ പണിയും കഴിഞ്ഞു, പുഡിങ്ങിൻ്റെ പണിയും കഴിഞ്ഞു, നമ്മുടെ ബിരിയാണിയുടെ എല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കബാബാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടികളൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ചതമുളക്, ഉപ്പ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി ആവശ്യമുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈര്, കസൂരി മേത്തി, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അതാണ് ഈ ഒരു കബാബിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നൊരു കബാബാണ്. ഞാൻ ഈ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് ഒലിവ് ഓയിലും കടലമാവുമാണ് കേട്ടോ.
അപ്പോൾ ഒരു പാനിൽ ഒലിവ് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് കടലമാവ് എടുക്കാം കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ആ ചൂടായ ഒലിവ് ഓയിലിലേക്ക് ഇട്ടിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുഴമ്പാക്കി എടുക്കുക. അപ്പോൾ ഒലിവ് ഓയിലിലേക്ക് കടലമാവ് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടികളുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ചൂടാറിയതിന് ശേഷം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കബാബിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇത് പ്രത്യേകിച്ച് ചൂടാക്കി വരുമ്പോൾ തന്നെ കിച്ചണിൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കബാബിൽ മറക്കാതെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒലിവ് ഓയിലും പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു കടലമാവിൻ്റെ ഈ ഒരു മിക്സ് കൂട്ടാ. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ പൊടികളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിരിയാണിയുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സവാളയുടെയും തക്കാളിയുടെയൊക്കെ ഒരു മിക്സ്. അതിൽ അത്യാവശ്യം വെള്ളം കൂടുതലായിരിക്കും കേട്ടോ നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസാല ആക്കുന്ന പാനിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അത് വറ്റി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേ ഒലിവ് ഓയിലും സംഭവങ്ങളൊക്കെ അതേ ചൂടാറിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മുളകിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കോ ഒനിയനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നപ്പോൾ നമ്മളുടെ ബിരിയാണി മസാലയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് പൊടിച്ച ഒരു മിക്സാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും അവിടെ കിടന്നൊന്ന് സെറ്റായി വരട്ടെ. അതിൻ്റെ കൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അറ്റ് എ ടൈം തന്നെ ഞാൻ ക്യാപ്സിക്കം ഒരു റെഡും ഒരു ഹാഫ് ഗ്രീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒനിയനൊക്കെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ചിക്കൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ മാങ്ങ എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണ ബഹളമാണ് കേട്ടോ. പിള്ളേർ വന്നും പോയും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ അത്യാവശ്യം ബിരിയാണി മസാലയുടെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കണേ ഈ ഒരു കബാബിലേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്യാവശ്യമാണ്. അങ്ങനെ അതും ഇതിലേക്ക് അപ്പോൾ തന്നെ ഇട്ട് കൊടുത്ത് ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് തന്നെ മസാല അത്യാവശ്യം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ക്യാപ്സിക്കവും ഓണിയനൊക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി അത് അവിടെ നിന്ന് സെറ്റായി വരും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ ബീഫ് ബിരിയാണിയുടെ മസാല നമുക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കബാബിൽ നല്ല ടേസ്റ്റും ആയിരിക്കുമല്ലോ, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ അവിടെ ഇരുന്നിട്ട്. ഇനി നമ്മുടെ ബിരിയാണി മസാലയിലേക്ക് കുറച്ച് സംഭവങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആ ഒരു സംഭവങ്ങളൊന്നുമില്ല. പകരം ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പെപ്പർ പൗഡർ, ആവശ്യത്തിന് നാരങ്ങ നീര്, പിന്നെ തൈര് വേണം കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ തൈര്. തൈരിന് നല്ല പുളിയുള്ളതാണെങ്കിൽ നാരങ്ങാനീര് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗൾഫിലുള്ളത് അറിയാലോ, ഒട്ടും പുളിയില്ലാത്ത ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നാരങ്ങയുടെ ഹാഫ് പോർഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫിലും അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പോളം വെള്ളം എന്താണ് ഒഴിച്ചു കൊടുത്തേട്ടാ. പക്ഷെ വെന്ത് വരുമ്പോൾ അറിയാമല്ലോ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഓരോന്നിൻ്റെ ഇടയിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് ഞാൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഇവിടുത്തെ ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് റേഡിയോ ആണ് കേട്ടോ. റേഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത്യാവശ്യം പാട്ടുകൾ കേൾക്കാം, വേണമെങ്കിൽ ഖുർആൻ വെക്കാം, എന്ത് വേണമെങ്കിലും ഓണാക്കി ഇടാം കേട്ടോ. അപ്പോൾ അതാണ് ആകെയുള്ളൊരു കിച്ചണിലുള്ളൊരു ആശ്വാസം. പിന്നെ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് വേവിക്കരുത് കേട്ടോ. കാരണം അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊരു 3/4 ഭാഗത്തോളം വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇനി നമ്മൾ ആഡ് ചെയ്ത മസാലയും ബീഫും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇനിയാണ് ഇതിലേക്ക് ഒരു 3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോണേട്ടോ. നമ്മൾ ഇതുവരെ ബിരിയാണിയിൽ ആഡ് ചെയ്യാത്ത സംഭവങ്ങളായിരിക്കും. ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, ഒരു 1/4 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ഇത്രയാണ് കേട്ടോ ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് നെയ്യും. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ആദ്യം വണ്ടടിച്ച് പോയിട്ടോ. കാരണം ഇന്നേ വരെ ലൈഫിൽ ബിരിയാണിയിൽ ഞാൻ ഈ സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല.
പക്ഷെ ഞാൻ ഫദ്വാസിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% വിശ്വാസമുള്ളൊരു ചാനലാണല്ലോ. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, അത് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ലൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റും ആയിരുന്നു കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ആരും പേടിക്കേണ്ട, എന്തായാലും ധൈര്യമായിട്ട് തന്നെ ആഡ് ചെയ്തോ. അപ്പോൾ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം, മുകളിലേക്ക് ഇടുക, ദമ്മിടുക, അത്രയും പരിപാടികളുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കബാബ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് വേഗം കോലയിലേക്ക് കോർത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാല പിടിച്ച് അവിടെ ഇരിക്കട്ടെ. പിന്നെ അവർ വരണ സമയമാകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്ന് വിചാരിച്ചു. കാരണം ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഞാൻ സാദിയുടെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതും പല കളർ ക്യാപ്സിക്കവും ഓണിയനും ഒക്കെ മിക്സ് ചെയ്തിട്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കുമല്ലോ, ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. യെല്ലോ ക്യാപ്സിക്കവും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ വെക്കുക, പിന്നെ ഇടയ്ക്ക് ഒനിയൻ വെക്കുക, പിന്നെയും ചിക്കൻ വെക്കുക, ക്യാപ്സിക്കം, അങ്ങനെ മാറി മാറി ലെയറായിട്ട് നമ്മൾ കോഴിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. അങ്ങനെ കബാബിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അത്യാവശ്യം പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായി, വാഷ് ചെയ്ത് അവിടെയൊക്കെ ക്ലീൻ ആക്കി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. ഗീ റൈസ് ഞാൻ നോക്കാൻ നിന്നിട്ടില്ല കേട്ടോ, ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഒനിയൻ്റെ കൂടെ കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളിയുടെ മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ റൈസിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനൊരു 5 ഗ്ലാസ്സോളം റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് 10 ഗ്ലാസ് വെള്ളം തന്നെ, ഞാൻ ഇരട്ടി വെള്ളം തന്നെയാണ് കേട്ടോ വെക്കാറ്. ഗീ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. പല റൈസ് വാങ്ങിച്ചിട്ടും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബർദ്മാൻ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൈമ റൈസ് വാങ്ങിയപ്പോഴാണ് സെറ്റായി വന്നത് കേട്ടോ. അതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി റൈസാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് കേട്ടോ ഈ ഒരു അരിക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെ റൈസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വെന്ത് വരുമ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒനിയനൊക്കെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതേപോലെ നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച സമയത്ത് കുറച്ച് താഴെ പോയിട്ട്, അപ്പോൾ അതാണ് ഞാനൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഗീ റൈസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ദമ്മിലിടാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റൈസ് ഞാൻ 2 ലെയറായിട്ട് തന്നെയാണ് കേട്ടോ. ഏറ്റവും താഴെ ബീഫിൻ്റെ മസാല, മുകളിൽ റൈസും, അങ്ങനെ ഒരുപാട് ലെയറൊന്നും ആക്കി ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല അതും ഒന്ന് ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ കട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് സവാള വഴറ്റാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ടൈം സേവിങ് ആയിട്ടുള്ളൊരു ബിരിയാണി കൂടിയാണ് കേട്ടോ ഇത്. കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് വിചാരിക്കേണ്ട, ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മാക്കിയിട്ടുണ്ട്. ഞാനൊരു ലോ ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ്സ് മുകളിലേക്ക് ആവി വരണ വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ദമ്മിലിടുകയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കബാബിൻ്റെ ആദ്യത്തെ സെറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഞാൻ നിസ്കരിക്കാൻ, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെത്തിയിട്ടുണ്ട്. മോന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനെ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇലയും വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയിൽ സെർവ് ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ പ്ലാനിങ്. അങ്ങനെ അത്യാവശ്യം വൈകി വന്നുകൊണ്ട് തന്നെ ഞാൻ ഉടനെ തന്നെ ഫുഡ് എടുത്തു. ബിരിയാണിയും ടേബിളിലേക്ക് വെച്ചു, വാട്ടിയ വാഴയിലയും വെച്ചു. ഇതേ കബാബ് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ടേബിളിലേക്ക് വെക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് എത്ര വാങ്ങിച്ചാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ. ഉണ്ടാക്കി വിളമ്പി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പപ്പടവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടത്തിലതേ ഒരാൾ പപ്പടം സൈഡിലൊക്കെ നിന്ന് നല്ല തട്ടാണ് കേട്ടോ. അങ്ങനെ മമ്മിക്ക് ഇതേ ബിരിയാണി ഇട്ട് കൊടുത്തു. കബാബും പുളിങ്കറിയും ചട്നിയും കുക്കുംബറും ഒക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഹംദാനും ആറൂനൊക്കെ പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുത്തത്. അവരവിടെ സൈഡിലിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മോന് സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് അവനൊന്ന് കിടത്തി ഉറക്കിയിട്ട് ഞങ്ങളൊരു 6 മണിയോടുകൂടി
ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 7:20 ആവും മഗ്‌രിബ് നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 6 മണിയായപ്പോൾ പാർക്കിലേക്ക് വന്നു. കുറച്ച് നേരമൊക്കെ അവിടെ നടന്നു. ചായയൊക്കെ കുടിക്കാനായിട്ട് ഫോർസ് കാറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹാസിം നേരെ ഗ്രാൻഡിലേക്ക് പോകും കാറ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാസിമിനെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പ്രത്യേകിച്ച് സ്നാക്സോ കാര്യങ്ങളോ ഒന്നും കഴിച്ചില്ല. നട്ട്സൊക്കെ കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഹംദാനും ഹാറൂനും രണ്ട് വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ വീട്ടിലേക്ക് കയറാൻ നിന്നിട്ടില്ല. എല്ലാം എടുത്തിട്ട് തന്നെയാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതേപോലെ ഞാൻ പാക്ക് ചെയ്ത് ഫുഡും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് തന്നെ മഗ്‌രിബ് നിസ്കരിച്ച് 8 മണിയോടുകൂടി അവർ പാർക്കിൽ നിന്ന് തന്നെ തിരിച്ച് പോവുകയും ചെയ്തിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പാർട്ടിയുടെ മെനു കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.